ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു ട്വിസ്റ്റഡ് കേസാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുകയാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയുടെ അവസാനത്തിൽ വളരെ ഞെട്ടലോട് കൂടിയായിരിക്കും നിങ്ങളും പുറത്തേക്ക് വരിക. റേച്ചൽ ബാർബറ ഇവൾ സെപ്റ്റംബർ 12, 1983 ജനിച്ചു. ഈ ഒരു കേസ് നടന്ന ആ ഒരു സമയം അവൾക്ക് 15 വയസ്സായിരുന്നു. കാണാൻ വളരെ സുന്ദരിയായിരിക്കും, നല്ല ഹൈറ്റ് ഉണ്ട്, പച്ച നിറത്തിലുള്ള കൃഷ്ണമണി. എല്ലാവർക്കും അവളെ ഒരുപാട് ഇഷ്ടമാണ്. എപ്പോഴും അവളെ ചുറ്റി അവളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാകും. അവളുടെ അമ്മയുടെ പേര് എലിസബത്ത്, അച്ഛൻ്റെ പേര് മൈക്കിൾ. ഇവർക്ക് രണ്ടുപേർക്ക് മൊത്തം 3 മക്കളുണ്ടായിരുന്നു. റേച്ചൽ ആയിരുന്നു ആദ്യത്തെ മകൾ. അവരുടെ വീട് എപ്പോഴും വളരെ ഹാപ്പി ആയിരിക്കും. അവരുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഡിസൈനിങ്, ഫോട്ടോഗ്രാഫി, ക്ലാസിക്കൽ മ്യൂസിക് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ താല്പര്യമുണ്ട്. ഇതിൽ റേച്ചലിന് ഡാൻസ് എന്നത് ഒരുപാട് ഇഷ്ടമായിരുന്നു. അവൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ വീട്ടിലുള്ള എല്ലാവരോടും വാശി പിടിച്ച് എനിക്ക് ഡാൻസ് ക്ലാസ്സിന് പോകണമെന്ന് വാശി പിടിച്ച് മെൽബൺ ഡാൻസ് അക്കാഡമിയിൽ ചേർന്നു. അങ്ങനെ ക്ലാസ്സിന് പോയ കുറച്ച് ദിവസത്തിൽ വളരെ നന്നായി ഡാൻസ് കളിക്കാനും തുടങ്ങി. ആദ്യം വേണ്ട എന്ന് പറഞ്ഞ അവളുടെ അച്ഛനും അമ്മയും പോലും തൻ്റെ മകൾ ഇത്ര നന്നായി ഡാൻസ് കളിക്കുന്നത് കണ്ടിട്ട് അവളെ അഭിനന്ദിക്കാൻ തുടങ്ങി. അവൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അവർ വാങ്ങിക്കൊടുത്തു. പറഞ്ഞു വന്നാൽ അച്ഛൻ അമ്മ രണ്ടുപേരും അവൾക്കായിട്ടുള്ള ഒരു ചെറിയ സ്റ്റുഡിയോ തന്നെ റെഡിയാക്കി കൊടുത്തു. ഹെൽത്ത് ആൻഡ് ലൈഫ് സ്റ്റൈൽ എന്ന ഒരു ഓസ്ട്രേലിയൻ മാഗസീനിൽ അവളുടെ ഫോട്ടോ കവർ ഫോട്ടോയായി വന്നു. ഇങ്ങനെ അവളുടെ ജീവിതം വളരെ പാഷനേറ്റായി നന്നായി പോയിക്കൊണ്ടിരുന്നു. റേച്ചലിന് ഒരുപാട് അവസരങ്ങൾ വന്നുകൊണ്ടിരുന്നു. ഇതിനിടയിൽ അവൾ സ്കൂളിൽ പോകുന്നത് കൊണ്ട് പഠിത്തത്തിൽ നന്നായി ശ്രദ്ധ കേന്ദ്രീകരിക്കാനായില്ല. കാരണം അവൾ മുഴുവനും ഡാൻസിലായിരുന്നു ഇൻട്രസ്റ്റ് ആയിരുന്നത്. ഇങ്ങനെ 2 കാര്യങ്ങളും മാറി മാറി ചെയ്യുന്നത് കൊണ്ട് ഡാൻസിൽ തനിക്ക് നന്നായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അച്ഛനും അമ്മയോടും വീണ്ടും സംസാരിച്ച് ഡാൻസ് ഫാക്ടറി എന്ന ഒരു ഡാൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടു. അവളും നല്ല രീതിയിൽ ഡാൻസ് കളിക്കും, നല്ല ടാലന്റ് ഉള്ളതുകൊണ്ട് അച്ഛനും അമ്മയും മകളുടെ പാഷൻ നോക്കി പോകട്ടെ എന്ന് കരുതി അവളുടെ ആവശ്യത്തിന് അവർ സമ്മതിച്ചു. അവളുടെ ഡെയിലി ലൈഫ് എന്നത് വളരെ ബിസി ആയിരുന്നു. രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോകും. അവളുടെ അച്ഛനാണ് വീട്ടിൽ നിന്നും കാറിൽ അവളെ ബസ് സ്റ്റേഷനിലേക്ക് കൊണ്ടാക്കുക. അവിടെ നിന്ന് അവൾ ഫ്രണ്ട്സ് ഉള്ള സ്ഥലത്തേക്ക് പോകും. ഫ്രണ്ട്സുമായി ജോയിൻ ചെയ്ത് എല്ലാവരും ഒരുമിച്ച് ഡാൻസ് അക്കാഡമിയിലേക്ക് പോകും. റേച്ചലിന് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. അവന്റെ പേര് മാനി. എന്നാൽ ഈ സന്തോഷകരമായ ജീവിതം അവസാനിക്കുന്ന ഒരു ദിവസം വന്നു. 1998 മാർച്ച് മാസം 1. അവൾ എപ്പോഴത്തെയും പോലെ എഴുന്നേറ്റ് റെഡിയാകുന്നു. അവളുടെ അച്ഛൻ കാറിൽ അവളെ ട്രാൻസ് സ്റ്റേഷൻ വരെ കൊണ്ടാക്കുന്നു. അവൾ അവിടെ റീച്ച് ചെയ്തപ്പോൾ തന്നെ കറക്റ്റ് 9:30. ഇപ്പോൾ റേച്ചലിന്റെ അച്ഛൻ അവളെ നോക്കി വൈകുന്നേരം ഒരു 6:15 ഞാൻ ഇവിടെ എത്താം, ഞാൻ നിന്നെ വിളിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു. റേച്ചലും ശരി എന്ന് പറഞ്ഞ് അച്ഛനൊരു ഹഗ് കൊടുത്തിട്ട് അവിടെ നിന്നും പോകുന്നു. അച്ഛന് അപ്പോൾ അറിയില്ല ഇതാണ് മകളെ കാണുന്ന അവസാന ദിവസമെന്ന്. ഇത് അറിയാമായിരുന്നെങ്കിൽ തീർച്ചയായും അവളുടെ അച്ഛൻ അവളെ ഒറ്റയ്ക്ക് പോകാൻ അനുവദിക്കില്ലായിരുന്നു. ഇന്ന് കാണാൻ പോകുന്ന ഈ ഒരു കേസ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു ട്വിസ്റ്റഡ് കേസായിരിക്കും. ഇതൊരു സോൾവ്ഡ് കേസാണ്. റേച്ചൽ ആരാണ്? അവൾക്ക് അവസാനം എന്ത് സംഭവിച്ചു? അവൾ എങ്ങനെ കാണാതായി? സത്യത്തിൽ അന്ന് എന്ത് സംഭവിച്ചു എന്നുള്ള മുഴുവൻ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. റേച്ചൽ, അവളുടെ ബോയ് ഫ്രണ്ട് മാനി, ഇവർ രണ്ടുപേരും ഡാൻസ് ക്ലാസ്സിലാണ് പരിചയപ്പെട്ടത്. ഇവർ വളരെ പെട്ടെന്ന് തന്നെ അടുത്തു, പ്രണയിക്കാനും തുടങ്ങി. അവരുടെ ക്ലാസ്സിലുള്ള മറ്റു ഫ്രണ്ട്സ് എല്ലാം അവരെ റോമിയോ ജൂലിയറ്റ് എന്നാണ് വിളിക്കുന്നത്. സ്കൂളിൽ നിന്നും റേച്ചൽ ഫ്രണ്ട്സുമായി നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നാളെ രാത്രി എനിക്ക് ഒരുപാട് പണം കിട്ടാൻ പോകുന്നു എന്നവൾ പറഞ്ഞു. ഇത് കേട്ട ഫ്രണ്ട്സ് എല്ലാം പണം കിട്ടുമോ, ഒരുപാട് പണം കിട്ടുമോ, എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചു. അതിന് റേച്ചലും അത് സീക്രട്ടാണ്, അത് ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. അടുത്ത ദിവസം റേച്ചൽ പറഞ്ഞതുപോലെ അവളുടെ കയ്യിൽ ഒരുപാട് പണമുള്ളത് ഫ്രണ്ട്സ് കണ്ടു. എന്നാൽ അത് എങ്ങനെ വന്നു എന്ന് റേച്ചൽ പറഞ്ഞില്ല. അവളുടെ ഫ്രണ്ട്സ് എല്ലാം ചിന്തിച്ചത് റേച്ചൽ നല്ല സുന്ദരിയാണ്, തീർച്ചയായും രാത്രി മോഡലിംഗ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടാകും, അങ്ങനെ അവൾക്ക് പണം കിട്ടിയിട്ടുണ്ടാകും എന്ന് ചിന്തിച്ചു. റേച്ചലും മാനിയും സ്കൂളിലെ ലഞ്ച് സമയത്ത് സ്കൂളിൽ നിന്നും പുറത്തേക്ക് നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ അവിടെയുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഒരു കട റേച്ചൽ കാണുന്നു. അവിടെ ഡിസ്പ്ലേയിൽ വെച്ചിരുന്ന ഒരു ഷൂ മാനിയോട് കാണിച്ചിട്ട് ഇത് ഞാൻ പല മാസമായി നോക്കുന്നുണ്ട്, പക്ഷെ വാങ്ങാൻ കഴിയുന്നില്ല, തീർച്ചയായും നാളെ ഞാനത് വാങ്ങും എന്ന് പറഞ്ഞു. ഉടനെ മാനി ആ ഷൂവിൻ്റെ റേറ്റ് നോക്കി, അത് വളരെ കൂടുതലായിരുന്നു. എന്നാൽ റേച്ചൽ ആ കടയിലേക്ക് പോയി ആ കടയുടെ ഓണറോട് ഈ ഷൂ നിങ്ങൾ മാറ്റിവെക്കാമോ, നാളെ ഞാൻ തീർച്ചയായും വാങ്ങും എന്ന് പറഞ്ഞു. ഇതെല്ലാം കണ്ട മാനി, നീ പണത്തിന് എന്ത് ചെയ്യും, ഇത് വില കുറച്ച് കൂടുതലാണല്ലോ, നീ എങ്ങനെ പണം റെഡിയാക്കുമെന്ന് ചോദിച്ചപ്പോൾ റേച്ചൽ പറഞ്ഞത് രാത്രി എനിക്കൊരു ജോലിയുണ്ട്, അവിടെ പോയാൽ എനിക്ക് തീർച്ചയായും ഒരുപാട് പണം കിട്ടുമെന്ന് പറഞ്ഞു. മാനിയും അതെന്ത് ജോലി എന്ന് ചോദിച്ചു. പക്ഷെ റേച്ചൽ അത് സീക്രട്ടാണ് എന്ന് പറഞ്ഞു.
മാനി റേച്ചലിനോട് വീണ്ടും വീണ്ടും അത് നിർബന്ധിച്ച് ചോദിച്ചുകൊണ്ടിരുന്നു എവിടെ നിന്നാണ് പണം വരുന്നത് എന്ന്. തെറ്റായ രീതിയിലൊന്നും കാശ് വരുന്നില്ലെങ്കിൽ അത് ഞങ്ങളോട് പറഞ്ഞാൽ എന്താ എന്ന് ചോദിച്ചു. ഇങ്ങനെ നിർബന്ധിച്ച് ചോദിച്ചതുകൊണ്ട് റേച്ചൽ മാനിയോട് രാത്രി ഞാൻ ഒരാളെ കാണാൻ പോകും, അവിടെ എനിക്ക് പണം കിട്ടും എന്ന് പറഞ്ഞു. അതല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല. അതെന്ത് ജോലി, അതാരാണ്, ഒന്നും പറഞ്ഞില്ല. എന്നാൽ റേച്ചൽ അടുത്ത ദിവസം അവൾക്ക് കിട്ടാൻ പോകുന്ന പണം, വാങ്ങാൻ പോകുന്ന ഷൂ, ഇവയെക്കുറിച്ചെല്ലാം വളരെ എക്സൈറ്റഡ് ആയി സംസാരിച്ചു കൊണ്ടിരുന്നു. മാർച്ച് മാസം 1, 1998 അച്ഛൻ അവളെ ബസ് സ്റ്റേഷനിലാക്കിയിട്ട് ഒരു 6:30 വന്ന് നിന്നെ പിക്കപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അന്നത്തെ ദിവസം ക്ലാസ് അവസാനിപ്പിച്ചിട്ട് റേച്ചൽ അവളുടെ വസ്തുക്കളെല്ലാം എടുത്ത് ഫ്രണ്ട്സിന് ഗുഡ് ബൈ പറഞ്ഞ് ബോയ്ഫ്രണ്ട് മാനിക്ക് ഒരു ഹഗ് കൊടുത്തിട്ട് അവിടെ നിന്നും പോകുന്നു. ഇതാണ് ബോയ്ഫ്രണ്ട് അവസാനമായി റേച്ചലിനെ കണ്ടത്. മാനി പറഞ്ഞത് റേച്ചൽ അവസാനമായി തന്നെ വിട്ട് നടന്നു പോകുന്നത് തനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടെന്നാണ് പറഞ്ഞത്. അന്ന് റേച്ചൽ എപ്പോഴും പോകുന്ന റൂട്ടല്ലാതെ മറ്റൊരു റൂട്ടിൽ യാത്ര ചെയ്തു പോയി ആരോ ഒരാളെ കാണാൻ. റേച്ചലിന്റെ അമ്മ അന്ന് വൈകുന്നേരം 6:15 രാത്രി ഡിന്നറിന് വേണ്ടിയിട്ടുള്ള ജോലികളെല്ലാം ചെയ്തുകൊണ്ട് മൈക്കിളും റേച്ചലും വരാൻ കാത്തിരിക്കുകയായിരുന്നു. ഏകദേശം 7:30 കഴിഞ്ഞു. അപ്പോഴും രണ്ടുപേരും വന്നില്ല. ഈ സമയത്ത് ആ വീട്ടിൽ ഒരു ഫോൺ കോൾ വന്നു. റേച്ചലിന്റെ അമ്മ എലിസബത്ത് വളരെ വേഗത്തിൽ ചെന്ന് ആ ഫോൺ എടുത്തു. ഫോണിൽ സംസാരിച്ചത് മൈക്കിൾ ആയിരുന്നു. ആ ശബ്ദം കേട്ട് എലിസബത്തിന് വളരെ സന്തോഷമായി. എന്നാൽ ആ ഒരു സന്തോഷം അല്പസമയം പോലും നീണ്ടു നിന്നില്ല. ആ ഫോൺ കോളിൽ മൈക്കിൾ പറഞ്ഞത് നമ്മുടെ മകളെ കാണാനില്ല. രണ്ടുപേരും വളരെ ഭയത്തിൽ എല്ലാ സ്ഥലങ്ങളിലും തിരയാൻ തുടങ്ങി. റേച്ചലിന് ഇതിനു മുൻപ് തന്നെ 2 തവണ അവൾ കടയിൽ പോകുന്ന സമയത്ത് ഒരു അപരിചിതനായ വ്യക്തി അവളെ ഫോളോ ചെയ്തിരുന്നു. അതവൾ പറഞ്ഞിരുന്നു. അന്നു മുതൽ റേച്ചലിന് ഇരുട്ടത്ത് പുറത്തു പോവുക എന്നുള്ളത് വളരെ ഭയമാണ്. സ്ട്രേഞ്ചറോട് സംസാരിക്കാനും ഭയമാണ്. അവൾ സ്വന്തമായ ഒരു ലോക്കൽ ബസ്സിൽ കയറി ട്രാൻസ് സ്റ്റേഷനിലേക്ക് പോവുകയില്ല, ആരെങ്കിലും കാണാനും പോകില്ല. എപ്പോഴും അച്ഛനാണ് അവളെ കൊണ്ടാക്കുക. ഇത്രത്തോളം ഭയമുള്ള ഒരു പെൺകുട്ടി രാത്രി സമയം വീട്ടിൽ വരാതെ എവിടെ പോയിട്ടുണ്ടാകുമെന്നുള്ള ഭയമായിരുന്നു അച്ഛനും അമ്മയ്ക്കും കൂടുതലായി ഉണ്ടായിരുന്നത്. ഉടനെ എലിസബത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത് തൻ്റെ മകൾ റേച്ചലിനെ കാണാനില്ല എന്നൊരു കംപ്ലൈൻറ്റ് കൊടുത്തു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ ഇപ്പോൾ ഇതൊക്കെ വളരെ സാധാരണമാണ്, പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകും, അവർക്ക് വീട് തന്നെ ഇഷ്ടമില്ല, അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവൾ തിരികെ വരും എന്ന് പറഞ്ഞു. അവളെ കണ്ടുപിടിക്കാം എന്നും പറഞ്ഞു. പക്ഷെ വലിയ രീതിയിൽ അവർ അന്വേഷിച്ചില്ല. ഇങ്ങനെ പോലീസുകാരോട് മകളെ കണ്ടുപിടിച്ച് തരണമെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞ് തളർന്ന ദേഷ്യത്തിൽ അവർ തന്നെ സ്വന്തമായി അവളെ തിരയാൻ തുടങ്ങി. അവർ റേച്ചലിന്റെ ബോയ്ഫ്രണ്ടായ മാനിയോട് പോയി ചോദിച്ചു. അവൻ പറഞ്ഞത് റേച്ചൽ സീക്രട്ടായി ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു, അവൾക്ക് സീക്രട്ടായി എവിടെ നിന്നോ പണം വന്നുകൊണ്ടിരുന്നു എന്നുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്നാൽ റേച്ചൽ എവിടെ പോയി, ആരെ കാണാൻ പോയി എന്നുള്ള യാതൊരു കാര്യവും എനിക്കറിയില്ല എന്നും പറഞ്ഞു. ഇതിനെ തുടർന്ന് അവളുടെ അച്ഛനും അമ്മയും എല്ലാ ഫ്രണ്ട്സിനോടും ചോദിച്ചു. അവരും ഇതേ കാര്യമാണ് പറഞ്ഞത്. ഈ വിവരങ്ങളെല്ലാം വെച്ച് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് വീണ്ടും മകളെ കണ്ടുപിടിച്ച് നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ഇത്തവണയും പോലീസുകാർ തീർച്ചയായും മകൾ തിരിച്ചു വരും, ഇതിനു വേണ്ടി ഞങ്ങളുടെ സമയവും പണവും ചിലവാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അച്ഛനും അമ്മയും മറ്റു മാർഗമില്ലാതെ തിരയാനും തുടങ്ങി. റേച്ചൽ നോക്കിയ ആ ഷൂ ഷോപ്പിലും പോകുന്നു. ആ കടക്കാരനോടും ചെന്നിട്ട് റേച്ചൽ വന്നോ എന്ന് ചോദിച്ചു. പക്ഷെ അയാൾ ഇല്ല, റേച്ചൽ വന്ന ഷൂ വാങ്ങിയിട്ട് പോയില്ല എന്ന് പറഞ്ഞു. ആ കടയ്ക്ക് അടുത്തുള്ള കടയിൽ ഒരാൾ പറഞ്ഞത് ചില ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരാൾ വന്നിരുന്നു, അയാൾ ലീഗലായി ഒരു റെഡ് ലൈറ്റ് ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്നതായും താല്പര്യമുണ്ടെങ്കിൽ വന്ന് ജോയിൻ ചെയ്യാം എന്നും പറഞ്ഞിരുന്നു. ഇങ്ങനെ ഒരുപാട് പെണ്ണുങ്ങളോട് അയാൾ സംസാരിച്ചു എന്ന കാര്യം പറഞ്ഞു. ഇതിലൂടെ ഒരുപക്ഷെ നിങ്ങളുടെ മകൾ ആ സ്ഥലത്തേക്ക് പോയി അകപ്പെട്ടിട്ടുണ്ടാകും എന്ന് പറഞ്ഞു. കൂടാതെ ഇങ്ങനെ ചോദിച്ചിട്ട് പോയ ആ ഒരു വ്യക്തി അയാളുടെ പേരിൽ ഒരുപാട് കേസുകൾ ഉണ്ടെന്നും പറഞ്ഞു. ഇത് കേട്ട് ഞെട്ടിപ്പോയ അച്ഛനമ്മമാർ തളർന്നുപോയി. ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കുമോ എന്ന് പോലും ചിന്തിച്ച് ആ സെന്ററിൽ കോൾ ചെയ്ത് ചോദിച്ചു. അവിടെയുള്ളവർ പറഞ്ഞത് നിങ്ങൾ പറയുന്നത് പോലെ ഇവിടെ ഒരു പെൺകുട്ടിയില്ല, ഇവിടെ ലീഗലായി നടക്കുന്ന ഒരു കാര്യമാണിത്. 18 വയസ്സിന് താഴെയുള്ളവരെ, അണ്ടർ ഏജ് ആയിട്ടുള്ള പീപ്പിൾസിനെ ഞങ്ങൾ ഇവിടെ എടുക്കില്ല എന്ന് പറഞ്ഞു. ഇവർ ഇങ്ങനെ തുടർന്ന് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ട ആ ഭാഗത്തുള്ള ജനങ്ങൾ അവർ തന്നെ മുന്നിലേക്ക് വന്ന് ഈ അച്ഛനും അമ്മയുടെയും കൂടെ അവരും തിരയാൻ തുടങ്ങി. ജനങ്ങളെല്ലാം പറയാൻ തുടങ്ങിയത് ഇവിടെ പോലീസ് സ്റ്റേഷനും പോലീസും എല്ലാം വെറുതെയാണ്, അവരുടെ ഭാഗത്ത് നിന്ന് യാതൊരു സഹായവും കിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ജനങ്ങളും ഈ ഒരു അന്വേഷണത്തിൽ ഇറങ്ങിയപ്പോൾ പോലീസിന് പ്രഷർ വരാൻ തുടങ്ങി. ഈ പ്രഷറിന് ശേഷമാണ് പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചത്. തുടക്കത്തിൽ ഡാൻസ് അക്കാഡമിയിൽ പോകുന്നു. അവിടെ എല്ലാവരെയും അന്വേഷിക്കുന്നു, പ്രധാനമായും റേച്ചലിന്റെ ബോയ്ഫ്രണ്ട് മാനിയോട് പോലീസുകാർ ചോദിച്ചത് സത്യം പറ, റേച്ചൽ എവിടെയാണ് പോയത്, നീയല്ലേ അവൾ എന്തോ ചെയ്തത് എന്ന് ഭീഷണിപ്പെടുന്നത് പോലെ അവനോട് ചോദിച്ചു. കാരണം പല കേസുകളിലും അവരുടെ പാർട്ട്ണർ തന്നെയായിരിക്കും പ്ലാൻ ചെയ്ത് അവരെ കൊന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് നീ തന്നെയല്ല എന്തോ ചെയ്തതെന്ന് പോലീസ് അവനോട് ചോദിച്ചു. അതുകൂടാതെ റേച്ചൽ നീ കാരണം ഗർഭിണിയാവുകയും അത് വീട്ടിൽ അറിഞ്ഞാൽ പ്രശ്നമാകുമോ എന്ന് ഭയന്ന് എവിടെയെങ്കിലും ഓടിപ്പോയോ, ഇങ്ങനെ മാറി മാറി ചോദ്യങ്ങൾ അവനോട് ചോദിച്ചു. ഇക്കാര്യങ്ങളെല്ലാം മാനി മുഴുവനായും അവഗണിച്ചു. തുടർന്ന് അന്വേഷണം ചെയ്തതിൽ മാനിക്കും ഈ ഒരു കേസിനും റേച്ചൽ കാണാതായതിനും യാതൊരു ബന്ധവുമില്ലെന്ന് മനസ്സിലായി. പോലീസ് ഈ ഒരു കേസിൽ നിന്ന് അവനെ ഒഴിവാക്കി.
ഇതുവരെയും നോർമലായിരുന്ന ഈ ഒരു കേസ് ഇതിന് ശേഷമാണ് മുഴുവനായും മറ്റൊരു രീതിയിലേക്ക് പോയത്, വഴിത്തിരിവുണ്ടായത്. റേച്ചൽ കുടുംബത്തിന്റെ ഒരു ഫാമിലി ഫ്രണ്ട് എലിസൺ എന്നയാൾ റേച്ചൽ കാണാതായ അന്നത്തെ ദിവസം വൈകുന്നേരം ഒരു സ്റ്റേഷനിൽ ഞാൻ അവളെ കണ്ടുവെന്ന് പറഞ്ഞു. അവർ പറഞ്ഞത് റേച്ചൽ റിച്ച്മണ്ട് റെയിൽവേ സ്റ്റേഷനിൽ മറ്റൊരു പെൺകുട്ടിയുമായി നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവളെ ക്രോസ് ചെയ്ത് പോകുമ്പോൾ ആ രണ്ടുപേരും ഡാൻസിനെ കുറിച്ചും കുട്ടികളെക്കുറിച്ചും സ്കൂളിനെ കുറിച്ചും ഒക്കെ സംസാരിച്ചു പോയിരുന്നു. ഉടനെ ആ സ്റ്റേഷന്റെ CCTV ഫൂട്ടേജസ് പോലീസ് പരിശോധിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഈ കേസ് മീഡിയയിൽ പതിയെ ലീക്കായി പടരാൻ തുടങ്ങി. ഈ കേസിൽ റേച്ചൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് വലിയൊരു ബ്രേക്കിംഗ് ന്യൂസായി തന്നെ മാറി. ആ കൺട്രിയിലുള്ള എല്ലാവരും റേച്ചലിന് എന്ത് സംഭവിച്ചു, റേച്ചലിന്റെ കേസ് ഏതുവരെയൊക്കെ എത്തി എന്നുള്ളത് അറിയാനായി വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്നു. ഇതുകൊണ്ട് തന്നെ പോലീസിന് വീണ്ടും പ്രഷർ കൂടാൻ തുടങ്ങി. ഈ സമയം പോലീസ് ചെയ്തത് റേച്ചലിന്റെ കുടുംബത്തെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ ലിസ്റ്റ് തരാമോ എന്ന് ചോദിച്ചു. ആ ലിസ്റ്റിൽ അവർക്ക് അറിയാവുന്നവർ, അടുത്തുള്ളവർ, ഇങ്ങനെ എല്ലാവരുടെ പേരും എഴുതി കൊടുത്തു. ആ ലിസ്റ്റിൽ കാരോളിൻ എന്ന ഒരു പെൺകുട്ടിയുടെ പേരുണ്ടായിരുന്നു. ആ പെൺകുട്ടി ആരെന്ന് ചോദിച്ചാൽ ചെറിയ പ്രായത്തിൽ റേച്ചലിന് ബേബി സിറ്റർ ആയിരുന്നു. പറഞ്ഞു വന്നാൽ പല വർഷങ്ങൾക്ക് മുൻപ്. അവരുടെ ഫാമിലി തന്നെ ആ കാരോളിനെ മുഴുവനായും മറന്നു. എന്നാൽ ഇപ്പോൾ എങ്ങനെ ഓർമ്മ വന്ന് ആ ലിസ്റ്റിൽ എഴുതിയെന്ന് ചോദിച്ചാൽ അവൾ കാണാതായ അന്നത്തെ ദിവസം രാത്രി ഒരു 9:15 കാരോളിൻ ഫോൺ വിളിച്ച് റേച്ചലിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു. അന്ന് ഒരുപാട് പേർ ഫോൺ വിളിച്ച് റേച്ചലിന് എന്ത് പറ്റി, അവളെ കിട്ടിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു കോള് മാത്രം അല്പം വ്യത്യസ്തമായി തോന്നി. അങ്ങനെ ഓഫീസേഴ്സ് ആ കുടുംബത്തിലെ മുഴുവൻ ഫോൺ റെക്കോർഡ്സും പരിശോധിച്ചു. അതിൽ കാരോളിൻ ഫെബ്രുവരി 28 വൈകുന്നേരം 5:25 കോൾ ചെയ്തിട്ടുണ്ട്. 2 തവണ കോൾ ചെയ്തിട്ടുണ്ട്. 2 കോളും ഏകദേശം 1/4 മണിക്കൂർ മുതൽ അരമണിക്കൂർ വരെ പോയിട്ടുണ്ട്. അവസാനമായി റേച്ചലിനെ എവിടെയാണോ കണ്ടത് ആ സ്ഥലത്തിന് തൊട്ടടുത്തായിട്ടാണ് കാരോളിന്റെ അപ്പാർട്ട്മെന്റും ഉള്ളത്. ഇക്കാര്യം അറിഞ്ഞ ഉടനെ എല്ലാവരും ചിന്തിച്ചത് റേച്ചൽ വീട്ടിൽ ദേഷ്യപ്പെട്ടിട്ട് കാരോളിന്റെ വീട്ടിൽ പോയി താമസിച്ചിട്ടുണ്ടാകും എന്ന് ചിന്തിച്ചു. എന്നാൽ ഇക്കാര്യം തെളിയിക്കാൻ സാധിച്ചില്ല. എല്ലാവരെയും ചോദ്യം ചെയ്ത പോലെ കാരോളിനെയും ചോദ്യം ചെയ്യാൻ പോയി. ഒരുപക്ഷെ അവൾ ഓഫീസിലായിരിക്കും എന്ന് കരുതി അവൾ ജോലി ചെയ്യുന്ന ഓഫീസിലേക്കാണ് പോലീസ് ആദ്യം ചെയ്തത്. പക്ഷെ അവൾ അന്ന് ഓഫീസിൽ വന്നില്ല എന്ന് മനസ്സിലായി. പറഞ്ഞു വന്നാൽ റേച്ചൽ കാണാതായ അന്നത്തെ ദിവസവും കാരോളിൻ ലീവ് എടുത്തിരുന്നു. ആ ഒരാഴ്ച മുഴുവനും ലീവ് എടുത്തു. എന്തുകൊണ്ട് അവർ ലീവാണെന്ന് വെരിഫൈ ചെയ്തതിൽ ഫ്ലൂ പോലുള്ള ഒരു ഫീവർ അവർക്ക് വന്നതുകൊണ്ട് ലീവ് എടുത്തു എന്ന് പറഞ്ഞു. കാരോളിന്റെ അച്ഛൻ പറഞ്ഞത് ആ സമയത്ത് കാരോളിന് ഹൈ ഫീവർ ഉണ്ടായിരുന്നു. അവൾ മുറിയിൽ എന്നെ പോലും കയറാൻ അനുവദിക്കാതെ കടച്ചിരിക്കുകയായിരുന്നു. കൂടാതെ കാരോളിൻ അവളുടെ കൂടെ ജോലി ചെയ്യുന്നവരോട് എനിക്കൊരല്പം പണം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചതിന് തൻ്റെ അപ്പാർട്ട്മെന്റിൽ ഒരുപാട് സാധനങ്ങൾ, ഫർണിച്ചർ എല്ലാം ഉണ്ട്, അതെല്ലാം അവിടെ നിന്ന് മാറ്റി അച്ഛൻ്റെ ഫാം ഹൗസിൽ വയ്ക്കണം, ഇതിനായി ഒരുപാട് പണം വേണമെന്ന് ആവശ്യപ്പെടുകയും പണം കളക്ട് ചെയ്യുകയും ചെയ്തു. കാരോളിന് ഡ്രൈവ് ചെയ്ത് പോകാൻ അറിയില്ല. അതുകൊണ്ട് തിങ്സ് എല്ലാം മൂവ് ചെയ്യാനായി ഒരു ഏജൻസിയിൽ പേയ്മെന്റ് ചെയ്തു. മാർച്ച് 4-ാം തീയതി ഒരു ഡ്രൈവർ ആ വീടിനുള്ളിൽ പോയി അവിടെയുള്ള എല്ലാ വസ്തുക്കളും എടുത്ത് ട്രക്കിൽ കയറ്റി. ഈ സമയം അവിടെ ഒരു സ്റ്റാച്യു ഉണ്ടായിരുന്നു. ആ സ്റ്റാച്യു തൂക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതിനെ ചുറ്റി കാരോളിൻ കാർപ്പറ്റ്, ബെഡ്ഷീറ്റ് എല്ലാം ചുറ്റി വെച്ചിരുന്നു. അവിടെ ഉണ്ടായിരുന്ന വസ്തുക്കളെല്ലാം എടുത്ത് ആ ട്രക്കിനുള്ളിലേക്ക് കയറ്റി. എന്നിട്ട് അച്ഛൻ്റെ ഫാം ഹൗസിൽ കൊണ്ടുപോയിട്ടു. മാർച്ച് 12 രാവിലെ 9 മണിക്ക് കാരോളിനെ ചോദ്യം ചെയ്യാനായി പോലീസുകാർ അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നു. പുറത്തുനിന്ന് പോലീസുകാർ ഒരുപാട് സമയം അവളെ വിളിച്ചുകൊണ്ടിരുന്നു. യാതൊരു റെസ്പോൺസും ഇല്ല. ഇപ്പോൾ അവൾ പുറത്തേക്ക് പോയിരിക്കാം എന്ന് കരുതി അവിടെ നിന്നും അവർ പോയി. ഒരു വൈകുന്നേരം 5 മണിയോടുകൂടി പോലീസുകാർ വീണ്ടും വന്നു. വീണ്ടും വിളിച്ചു. അപ്പോഴും യാതൊരു റെസ്പോൺസും ഇല്ല. ഇപ്പോൾ എന്തോ ഒരു സംശയം തോന്നി. അവൾ ഇതുവരെ വന്നില്ലേ, നമുക്ക് തന്നെ അകത്തേക്ക് കയറി നോക്കാം എന്ന് കരുതി കതക് തുറന്ന് അകത്തേക്ക് കയറി നോക്കി. ആ അപ്പാർട്ട്മെന്റ് മുഴുവനും പല സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചുറ്റി നോക്കി അവിടെയുള്ള ഒരു ബെഡ്റൂം കതക് തുറന്നു. ആ മുറിക്കുള്ളിൽ കാർപ്പറ്റിന്റെ മുകളിലായി കാരോളിൻ കമിഴ്ന്ന് കിടക്കുന്നതായിരുന്നു കണ്ടത്. ഇത് കണ്ട പോലീസുകാർ അവൾ മരിച്ചു എന്ന് ചിന്തിച്ചു. അങ്ങനെ അടുത്തേക്ക് ചെന്ന് പൾസ് പരിശോധിച്ചു. അപ്പോൾ അവൾക്ക് ജീവനുണ്ടെന്ന് മനസ്സിലായി. ഉടനെ അവളെ ആശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ബാക്കിയുണ്ടായിരുന്ന ഓഫീസേഴ്സ് ആ അപ്പാർട്ട്മെന്റിൽ എന്തൊക്കെയുണ്ട്, റേച്ചൽ ഇവിടെ ഉണ്ടായിരുന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ എല്ലാം പരിശോധിക്കുന്നു. അങ്ങനെ അവർ പരിശോധിക്കുമ്പോൾ ആ അപ്പാർട്ട്മെന്റിൽ ഒരു ബാഗ് കിട്ടി. ആ ബാഗ് മുഴുവനും ഒരുപാട് തുണികൾ ഉണ്ടായിരുന്നു. ഒരുപാട് വരഞ്ഞ പേപ്പറുകൾ ഉണ്ടായിരുന്നു. ആ ബാഗിലുണ്ടായിരുന്ന തുണികളെല്ലാം കാരോളിന് ചേരാത്തതായിരുന്നു. എല്ലാം മെലിഞ്ഞ ഒരു കുട്ടിക്ക് ധരിക്കാൻ കഴിയുന്ന രീതിയിലായിരുന്നു. അവിടെ കുറെ നോട്ടുകൾ കിട്ടി. അതിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിരുന്നു. അതിലെല്ലാം വളരെ സ്വകാര്യമായ കാര്യങ്ങളായിരുന്നു എഴുതിയിരുന്നത്. എന്നാൽ അതെല്ലാം അവളെ കുറിച്ചല്ലായിരുന്നു, അതെല്ലാം റേച്ചലിനെ കുറിച്ചായിരുന്നു. റേച്ചലിനെ കുറിച്ചുള്ള മുഴുവൻ ബയോഗ്രാഫിയും ആ ബുക്കിൽ ഉണ്ടായിരുന്നായി പറയുന്നു. അതോടുകൂടി ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു. കാരോളിൻ അവളുടെ പേര് മാറ്റാൻ തീരുമാനിച്ചിരുന്നു. അവളുടെ ഫേസ് പ്ലാസ്റ്റിക് സർജറി ചെയ്യണം, അവളുടെ ശരീരം മുഴുവനായി മാറ്റണം, പുതിയ ഒരാളായി മാറാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അവൾ നടത്തിയിരുന്നു. ഇപ്പോഴാണ് അവർക്കൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം അറിയാൻ കഴിഞ്ഞത്. ഒരു ലീഗൽ ഡോക്യുമെന്റ്, അവളുടെ പേര് എന്താക്കി മാറ്റാൻ പോകുന്നു എന്നുള്ള ഒരു ലീഗൽ ഡോക്യുമെന്റ്. കാരോളിൻ അവൾ സെലക്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു പേര്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന റേച്ചൽ എന്ന പേര്.
ഈ കാര്യമെല്ലാം കണ്ട മുഴുവൻ പോലീസുകാരും ഞെട്ടിപ്പോയി. ഇവരെല്ലാവരും ഇപ്പോൾ കെരോളിനെ കാണാനായി ആശുപത്രിയിൽ പോയി. ബോധം തിരികെ വന്ന കെരോളിനോട് റേച്ചൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു. അതിനവൾ പറഞ്ഞ മറുപടി, റേച്ചൽ മരിച്ചു. ഇപ്പോൾ പോലീസുകാർ കെരോളിന്റെ അച്ഛന്റെ വീടിന് പുറകിലുള്ള ആ ഫാം ഹൗസ് മുഴുവനും പരിശോധിക്കാൻ തുടങ്ങി. പല മണിക്കൂർ തിരച്ചിലിന് ശേഷം ആ സ്ഥലത്ത് റേച്ചലിന്റെ ശരീരം കിട്ടി. അതും കഴുത്തിൽ ടെലിഫോൺ വയർ കൊണ്ട് ചുറ്റിയ അവസ്ഥയിൽ. കെരോളിനെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത ഉടനെ പോലീസ് കസ്റ്റഡിയിലേക്ക് കൊണ്ടുവന്നു. കെരോളിൻ പല വർഷമായി ഡിപ്രഷനിലും എക്സ്ട്രീം ഇമോഷനിലുമായിരുന്നു എന്നുള്ളത് മനസ്സിലായി. കൂടാതെ അവൾക്കൊരു മെന്റൽ ഡിസോർഡർ ഉള്ളത് മനസ്സിലായി. കെരോളിൻ പല വർഷമായി അവളുടെ നോട്ട്സിൽ അവളെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ എഴുതിയിരുന്നു. തന്നെ ആർക്കും ഇഷ്ടമില്ല, താൻ കാണാൻ സുന്ദരിയല്ല, എനിക്ക് സ്വന്തമായി ഒന്നും തന്നെയില്ല, എനിക്കൊന്നും കിട്ടിയിട്ടില്ല, എന്നെ എന്തുകൊണ്ട് ആർക്കും ഇഷ്ടമില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു കൂടുതലും എഴുതിയിരുന്നത്. മറ്റു പല നോട്ടിൽ റേച്ചലിനെ എങ്ങനെയൊക്കെ കൊല്ലണമെന്ന് എഴുതിയിരുന്നു. എന്തുകൊണ്ട് അവൾ റേച്ചലിനെ കൊല്ലാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ റേച്ചലിനെ കൊന്നു, അങ്ങനെ റേച്ചലിനോട് എന്ത് ദേഷ്യമെന്ന് ചോദിച്ചാൽ അളവിൽ കൂടുതൽ അസൂയായിരുന്നു അതിന് കാരണം. ചെറിയ പ്രായം മുതലേ കെരോളിൻ റേച്ചലിനെ കാണുന്നുണ്ട്. ഈ സമയമെല്ലാം കെരോളിന്റെ മനസ്സിൽ റേച്ചലിന് സുന്ദരമായ ഒരു ജീവിതമുണ്ട്, അവളുടെ ജീവിതം നന്നായി പോകുന്നു, എല്ലാവർക്കും അവളെ ഒരുപാട് ഇഷ്ടമാണ്, അവളും സുന്ദരിയാണ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കെരോളിന്റെ മനസ്സിൽ വന്നു പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം കെരോളിൻ റേച്ചലിനെ മീറ്റ് ചെയ്ത് സംസാരിച്ചു. ഞാനൊരു സൈക്കോളജിക്കൽ സ്റ്റുഡൻ്റ് ആണ്, ഞാനൊരു സ്റ്റഡി നടത്തുന്നുണ്ട്, ആ സ്റ്റഡി വഴി എനിക്ക് ഒരുപാട് പണം കിട്ടും, ആ സ്റ്റഡിക്ക് നീ സഹായിച്ചാൽ നിനക്കും ഞാൻ പണം തരാം എന്ന് പറഞ്ഞ് റേച്ചലിനോട് അവൾ പോയി സംസാരിച്ചു. ഇതിനായി നീ കൂടുതലൊന്നും ചെയ്യണ്ട, ഞാൻ നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കും, അതിന് നീ ഉത്തരം പറഞ്ഞാൽ മാത്രം മതി. നീ എങ്ങനെയൊക്കെ ഉത്തരം പറയുന്നു, എങ്ങനെ സംസാരിക്കുന്നു, നിന്റെ പെരുമാറ്റം, ഇതെല്ലാം ഞാൻ തന്നെ നോട്ട് ചെയ്ത് എഴുതി വയ്ക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ഇക്കാര്യം വളരെ സീക്രട്ടായിരിക്കണം, ഇക്കാര്യത്തെക്കുറിച്ച് നീ ആരോടും പറയാൻ പാടില്ല, നിന്റെ ബോയ് ഫ്രണ്ടിനോട് പോലും പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട റേച്ചലും വളരെ ജെന്യുവനായി അവസാനം വരെ, അവൾ മരിക്കുന്നത് വരെ ഇക്കാര്യത്തെക്കുറിച്ച് ആരോടും പറഞ്ഞില്ല. റേച്ചൽ അവളുടെ ജീവിതത്തെക്കുറിച്ച് കെരോളിനോട് പറയും തോറും റേച്ചലിനെ കണ്ടുകൊണ്ട് വളരെ അസൂയയോടുകൂടി ആ നോട്ട്സ് എല്ലാം എഴുതിയെടുത്തു. അവസാനം റേച്ചൽ കെരോളിന്റെ അപ്പാർട്ട്മെന്റിൽ വന്നപ്പോൾ അവളെ ഒരു സോഫയിൽ ഇരുത്തി. അവൾക്ക് കഴിക്കാൻ കൊടുത്ത പിസയിൽ അവൾ അറിയാതെ മയക്കുമരുന്ന് കലർത്തി കൊടുത്തു. ഇപ്പോൾ റേച്ചലിന് പുറകിലായി കയ്യിൽ ഒരു ടെലിഫോൺ വയറുമായി വന്ന കെരോളിൻ റേച്ചലിന്റെ കഴുത്തിൽ അത് ചുറ്റി വരിയാൻ തുടങ്ങി. ആ കയറുകൊണ്ട് തന്നെ കഴുത്ത് ഞെരിച്ച് അവളെ കൊല്ലുന്നു. കൊന്നിട്ട് ആ ഒരു ശരീരം 2 ദിവസം ആ വീടിന്റെ ക്ലോസറ്റിൽ തന്നെ വെച്ചു, ഭദ്രമായി വെച്ചു. അതും ആ ടെലിഫോൺ വയർ അവളുടെ കഴുത്തിൽ തന്നെ ഉണ്ടായിരുന്നു, അതുപോലും അവൾ മാറ്റിയില്ല. കെരോളിന്റെ അച്ഛൻ ഇൻവെസ്റ്റിഗേഷനിൽ പറഞ്ഞതുപോലെ ആ അപ്പാർട്ട്മെന്റിൽ അവളുടെ അച്ഛൻ വന്നപ്പോൾ തനിക്ക് ഹൈ ഫീവർ ഉണ്ടെന്ന് പറഞ്ഞ് വീടിനുള്ളിൽ പോലും അച്ഛനെ വരാൻ അനുവദിക്കാതെ അവൾ കതക് പൂട്ടി. അങ്ങനെ അച്ഛൻ വന്ന ആ സമയത്താണ് ആ ശരീരം കെരോളിന്റെ ബെഡ്റൂമിലെ ആ ക്ലോസറ്റിൽ ഉണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന റേച്ചലിന്റെ ശരീരം എങ്ങനെ ഫാം ഹൗസിൽ എത്തിയെന്ന് ചോദിച്ചാൽ ഇത് മറ്റൊരു ഷോക്കിംഗ് ആയ കാര്യമെന്ന് പറയാം. കെരോളിൻ വസ്തുക്കളെല്ലാം മാറ്റണമെന്ന് ഒരു ഏജൻസിയോട് പറഞ്ഞപ്പോൾ അവർ ആ വസ്തുക്കളെല്ലാം എടുത്തുകൊണ്ടുവന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ സ്റ്റാച്യൂക്കുള്ളിലായിരുന്നു റേച്ചലിന്റെ ശരീരം ഉണ്ടായിരുന്നത്. ഇക്കാര്യം അറിയാതെ ഏജൻസിയിലുള്ള എല്ലാവരും ആ വസ്തുക്കളെല്ലാം എടുത്ത് റേച്ചലിന്റെ അച്ഛന്റെ ഫാം ഹൗസിലേക്ക് കൊണ്ടുപോയി. റേച്ചലിനെ പല വർഷമായി ഫോളോ ചെയ്ത കെരോളിൻ അവളുടെ മുഴുവൻ ജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും എഴുതി വെച്ചിരുന്നു. കെരോളിൻ റേച്ചലിന്റെ ബേബി സിറ്റർ ആയിരുന്ന ആ ഒരു കാലം മുതലേ റേച്ചലിന്റെ ജീവിതം അവളെ അസൂയപ്പെടുത്തിയിരുന്നു. ഇതിനുശേഷം റേച്ചൽ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് പോലെ ഒരു ഡാൻസറായി മാറുന്നു. അവൾക്ക് നല്ലൊരു ബോയ് ഫ്രണ്ട് കിട്ടുന്നു, എപ്പോഴും ചുറ്റും ഫ്രണ്ട്സ്. ഇക്കാര്യങ്ങളെല്ലാം കെരോളിന്റെ അസൂയയെ വളർത്താൻ തുടങ്ങി. കെരോളിനെ കുറിച്ച് അവൾ തന്നെ വീണ്ടും ഒരുപാട് കാര്യങ്ങൾ എഴുതാൻ തുടങ്ങി. അവളുടെ വെയിറ്റിനെ കുറിച്ചും അവളുടെ അപ്പിയറൻസിനെ കുറിച്ചും എല്ലാവരും കളിയാക്കുന്നുണ്ട്, എവിടെ പോയാലും അവൾക്ക് കളിയാക്കലുകൾ മാത്രമാണെന്നൊക്കെ എഴുതിയിരുന്നു. അവളുടെ മനസ്സിൽ റേച്ചലിന് എല്ലാം കിട്ടിയെന്നും തനിക്ക് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല എന്നും വളരെ ആഴത്തിൽ പതിഞ്ഞു. അതുകൊണ്ട് കെരോളിൻ റേച്ചലിനെ കൊന്നിട്ട് കെരോളിൻ മുഴുവനായും റേച്ചലായി മാറണം എന്ന് ചിന്തിച്ചു, ആഗ്രഹിച്ചു. കെരോളിൻ കോടതിയിൽ പറഞ്ഞത് റേച്ചൽ മരിച്ചുപോയ ഒരു സമയം എന്ത് സംഭവിച്ചു എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞു. ഞാൻ ബോധത്തോടുകൂടി അല്ല അത് ചെയ്തതെന്ന് പറഞ്ഞു. അവളെ പരിശോധിച്ച ഡോക്ടേഴ്സ് പറഞ്ഞത് അന്ന് റേച്ചലിനെ കൊല്ലുന്നതിനായി ടെലിഫോൺ വയർ എടുത്തിട്ട് കെരോളിൻ പുറകിലേക്ക് വന്നപ്പോൾ ഒരു സെക്കൻഡ് റേച്ചലിനെ നോക്കിയപ്പോൾ അവൾക്ക് പാവം തോന്നി. ഈ പെൺകുട്ടി എന്ത് ചെയ്തു, ഞാൻ എന്തിനവളെ കൊല്ലണം എന്ന് ചിന്തിച്ചു. അവസാനം കെരോളിന് 20 വർഷത്തെ ജയിൽ ശിക്ഷ കൊടുത്തു, അതും പരോളിൽ പുറത്തേക്ക് വരാൻ പാടില്ല എന്ന കണ്ടീഷനോടുകൂടി. 2014 അവൾ 15 വർഷം ജയിലിനുള്ളിലായിരുന്നതിന് ശേഷം പരോളിൽ പുറത്തു വരാനുള്ള ഒരു അവസരം കിട്ടി, പെർമിഷൻ കിട്ടി. റേച്ചലിന്റെ കുടുംബത്തിലുള്ളവർ കെരോളിൻ വീണ്ടും പുറത്തേക്ക് വന്നാൽ ഇതുപോലൊരു കാര്യം അവൾ വീണ്ടും ചെയ്യുമെന്ന് ഭയന്നു. മറ്റൊരു ഭയാനകമായ കാര്യം, കെരോളിൻ ജയിലിലുള്ളപ്പോൾ തന്നെ അവളുടെ അപ്പിയറൻസ് മുഴുവനായും അവൾ മാറ്റിയാണ് പുറത്തേക്ക് വന്നത്. അവളുടെ ഹെയർ സ്റ്റൈൽ മുഴുവനായും മാറ്റി, അവളുടെ ശരീരഭാരം കുറച്ചു. റേച്ചൽ എങ്ങനെയാണോ അതുപോലെ സ്ലിമ്മായി അവളെ ഇമിറ്റേറ്റ് ചെയ്യുന്നത് പോലെ പുറത്തേക്ക് വന്നു. നമുക്ക് ചുറ്റും ഒരുപാട് നല്ല മനുഷ്യരുണ്ട്, അക്കൂട്ടത്തിൽ ഒരുപാട് മോശമായവരുമുണ്ട്.
അവരിൽ ചെന്ന് നമ്മൾ അകപ്പെടരുത്. ഒരു അപരിചിതൻ വന്ന് നമ്മളോട് സംസാരിക്കുകയാണെങ്കിലോ നിങ്ങൾക്കത് തെറ്റായി തോന്നുകയാണെങ്കിലോ തീർച്ചയായും നിങ്ങളുടെ മാതാപിതാക്കളോട് പറയുക. കെരോളിന്റെ ജീവിതം എടുത്താലും അവൾ എന്തുകൊണ്ടാണ് അവളെക്കുറിച്ച് തന്നെ ഇത്രയേറെ ഡിപ്രഷൻ ആയത്, അവൾക്ക് എന്ത് പ്രശ്നമാണ് എന്നത് അവളുടെ മാതാപിതാക്കൾ ചെറിയ പ്രായം മുതലേ നോട്ട് ചെയ്തിരുന്നുവെന്നുണ്ടെങ്കിൽ, ശ്രദ്ധിച്ചിരുന്നുവെന്നുണ്ടെങ്കിൽ ഇത്രയേറെ പ്രശ്നം വരില്ലായിരുന്നു. റേച്ചൽ ജീവനോടിരിക്കുമായിരുന്നു, കെരോളിനും സന്തോഷമായി തന്നെ ജീവിക്കുമായിരുന്നു. അതുപോലെ മക്കൾ എന്ത് കാര്യമുണ്ടെങ്കിലും മാതാപിതാക്കളോട് ഷെയർ ചെയ്യുക. മക്കൾക്ക് പറയാനുള്ള കാര്യം എന്തു തന്നെ ആയാലും മാതാപിതാക്കൾ ഇരുന്ന് അവർ പറയുന്നത് കേൾക്കുക. പാരന്റിങ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എല്ലാ വീഡിയോസിലും നമ്മൾ പറയാറുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണിത്, പാരന്റിങ്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.